നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം നായ്ക്കൾക്കാണ് വാക്സിനേഷൻ നൽകിയത്. വനിതാ ഡോക്ടറെ ആക്രമിച്ച 3 നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് സാന്ത്വനവുമായി MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മണ്ഡലത്തിൽ വെള്ളം കയറിയ 300 വീട്ടുകാർക്ക് MLAയുടെ നേതൃത്വത്തിൽ അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ചാലക്കുടിയിലെ പല കുടുംബങ്ങളെയും ദുരിതത്തിലാഴ്ത്തുകയാണ്. അതിഥി തൊഴിലാളിയുടെ മകനെ കമ്പിവടികൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. എറിയാട് സ്വദേശികളായ വാഴക്കാലയിൽ അഷ്കർ, പേബസാർ വാക്കാട്ട് വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മദ്യം വാങ്ങാൻ പണം ചോദിച്ച് കൊടുക്കാതിരുന്നതിനുള്ള വിരോധത്തിലാണ് ആക്രമണം. സ്ത്രീധന പീഡന കേസിലെ പ്രതി വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. കളമശ്ശേരി മധുരവേളി ഷിംജിത്താണ് പിടിയിലായത്. 2017 കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻ ഭാര്യയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിൽ പോവുകയുമായിരുന്നു. മാള പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, സെക്രട്ടറി EP രാജീവ്, ട്രഷറർ P ഗിരീശൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തൃശൂരിൽ കെട്ടിടത്തിൽ നിന്നും ഗ്ലാസ് തകർന്നു വീണ് വഴിയാത്രക്കാരന് പരിക്കേറ്റു. തൃശൂർ മണിക്കണ്ഠനാലിന് സമീപത്തെ കടയുടെ മുകളിലത്തെ നിലയിൽ നിന്നാണ് ചില്ല് തകർന്ന് താഴേക്ക് പതിച്ചത്. ഇതിനിടയിലാണ് നടപ്പാതയിലൂടെ നടന്നു പോകുകയായിരുന്ന ഇരിഞ്ഞാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണന് പരിക്കേറ്റത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി 2 യുവതികൾ പിടിയിലായി. ഒഡീഷക്കാരായ തപസിനി നായിക്കും ചാന്ദിനി ബെഹ്റയുമാണ് പിടിയിലായത്. 3 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇന്ന് പുലർച്ചെയാണ് ഇവർ ഒഡീഷയിൽ നിന്ന് ട്രെയിനിൽ ആലുവയിലെത്തിയത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് സ്നേഹദീപം വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി ഗാനലയം എന്ന പേരിൽ ഗാനമേള സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ആഗസ്റ്റ് 19 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ കൂടാതെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത. മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.